CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാവിലെ 7 മണിയോടെയാണ് രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തി. കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം CCTVയിൽ പതാക ഉയർത്തി. CCTV ടവറിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പതാക ഉയർത്തി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷവും ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനവും ഭക്തിസാന്ദ്രമായി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഇരുമ്പുകമ്പികളും സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സൂക്ഷിച്ച വയറുകളും കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ചൂണ്ടൽ പഞ്ചായത്തിലെ 8ാം വാർഡ് മണലിയിൽ പുനർനിർമ്മിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. മണലി നാഷണൽ LP സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പഠനം നടത്തിയ വിദ്യാലയത്തിൽ സഹപാഠികൾക്കും പഠിപ്പിച്ച അധ്യാപകർക്കുമൊപ്പം പിറന്നാൾ ആഘോഷിച്ച് ചലച്ചിത്രതാരം ഇർഷാദ് അലി. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 86-87 അധ്യയന വർഷത്തെ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വേറിട്ട പിറന്നാൾ ആഘോഷം നടന്നത്. പൊർക്കളങ്ങാട് ശ്രീ വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ നമ്പഴിക്കാട് റോഡിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ അതിരൂപത CLCയുടെ പതാക ദിനാചരണം പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിൽ നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പതാക ഉയർത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്ക് ഫണ്ട് നൽകുന്നതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. മേഖലയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും അങ്കണവാടി, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലും ദേശീയ പതാക ഉയർത്തി മധുര വിതരണവുമുണ്ടായി. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം വേലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ പിക്കിൾ ചലഞ്ച് നടത്തി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയുടെ നെപ്പൻസ് റോഡിലെ സെന്റ് മേരീസ് ചാപ്പലിൽ ശുനോയോ പെരുന്നാൾ ആഗസ്റ്റ് 14-15 തീയതികളിൽ ആഘോഷിച്ചു. പോർക്കുളം മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഇല്ലനിറ ആഘോഷിക്കും. രാവിലെ 8-നും 8:30-ക്കുമിടയിൽ ചടങ്ങ് നടക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.